സോ ഒരു പണിയില്ലാണ്ട് ഞാൻ എൻ്റെ വി സിയിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരനായ പ്രോ സ്നൈപ്പർ വി സിയിൽ വന്നത്. പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ പുതിയ സെർവറായ ദേവാസുരത്തിൽ വരുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ വെൽക്കം ടു ദേവാസുര SMB. ഓക്കെ, അങ്ങനെ ഞാൻ സെർവർ ജോയിൻ ആയി. സെർവറിനെ പറ്റി പറയുവാണെങ്കിൽ സെർവർ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പീസ്ഫുള്ളായിട്ട് ആൻഡ് വലിയ മോഡൊന്നും ഇടാതെ നമ്മൾ നോർമൽ വേൾഡിൽ കളിക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സെർവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മോഡൊന്നും ഇല്ല. മോഡില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലൈം ഏരിയ, ഷോപ്പ് ഏരിയ അതൊന്നും ഇല്ല. പക്ഷേ ഇതിൽ നമുക്ക് ഷോപ്പിംഗ് പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് ഞാൻ ഈ സെർവറിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു സ്റ്റാക്ക്ഡ് പ്ലെയറിനെ കിട്ടി. ആൻഡ് പുള്ളിക്കാരൻ എനിക്ക് ഡയമണ്ട് ആർമർ ആൻഡ് ഡയമണ്ട് ടൂൾസ് ആൻഡ് ഒരുപാട് സ്റ്റാക്ക് ഗോൾഡൻ ക്യാറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തന്നു. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ അതിൽ ഡയമണ്ട് സോഡ് എത്ര എൻചാൻസാണെന്ന് അറിയുന്നത്. ആൻഡ് പുള്ളിക്കാരൻ എനിക്ക് വെറുതെ എത്തുന്നതുകൊണ്ട് ഞാനത് വെറുതെ മേടിച്ചു. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എവിടെയെങ്കിലും ടീം സെറ്റായി എന്നറിയുമ്പോൾ അവിടെ നിന്ന് നാട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നതാണ് എൻ്റെ ഹോബി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഒത്തിരി നേരം നിൽക്കാണ്ട് പുള്ളിയുടെ ബേസിൽ നിന്ന് ഒരുപാട് ദൂരെ പോയി ഒരു ബേസ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതാണ് സെർവറിലെ ഓണർ പ്രോ സ്നൈപ്പർ. ആൻഡ് ഇനി ഞാനാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബേസ് ഉണ്ടാക്കണം. അതെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പറ്റുമെങ്കിൽ തോന്നുന്നില്ല, കാരണം അതിൽ ഒരുപാട് റീസോഴ്സ് വേണം. ആ റീസോഴ്സ് ഗ്രൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് സോളോ യൂസ് നമുക്കൊരു പണിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് ഇടയ്ക്കും കൂടി ഞാൻ ഇവിടെ ആയിട്ട് ഒരു ബേസ് വയ്ക്കല മൈൻഡ് ചെയ്യാനായിട്ടൊന്ന് സഹായിക്കുമെന്ന് വെച്ചു. അപ്പോൾ സോളോ യൂസ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ്, എടാ ഞാൻ നിന്നെ സഹായിച്ചല്ലേ, എന്നാൽ എനിക്കൊരു ഉപകാരം ചെയ്യുമോ, കുറച്ച് ഡീപ്പ് സൈറ്റ് മൈൻഡ് ചെയ്തുകൊണ്ടിരുക. കുറച്ച് നേട്ടപ്പോൾ ഞാൻ ഒരു 2 സ്റ്റാക്കൊക്കെ വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു 10-20 സ്റ്റാക്കാണ്. ബട്ട് എനിക്ക് അത്രയും ഒപ്പിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സ്റ്റാക്ക് ഡീപ്പ് സൈറ്റ് ഞാൻ മൈൻഡ് ചെയ്ത് അവർ എടുത്തു. ഇനി എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോളോ യൂസ് ഉണ്ട് സെർവറിലുണ്ട്. അപ്പോൾ എനിക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബേസ് വയ്ക്കാനായിട്ട് ഒരു കുറച്ച് ഡീപ്പ് സൈറ്റ് മൈൻഡ് ചെയ്യണം. ആൻഡ് പിന്നെ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ദേവാസുരത്തിൽ കളിക്കാനുള്ള റീസൺസ് പറയാം. ദേവാസുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു അറിയാലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സെർവറാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കളിക്കാൻ തോന്നിയത്. പിന്നെ ഞാൻ ഇവിടെ ആയിട്ട് കുറച്ച് ഞാൻ ആക്ച്വലി കുറേ മൈനിങ്ങിന് പോയായിരുന്നു. ആ മൈനിങ്ങിന് പോയപ്പോൾ എനിക്ക് 14 ഡയമണ്ട് കിട്ടി. അപ്പോൾ ഒരു ഡയമണ്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സിൽടച്ച് പിക്കാക്സ് മേടിച്ചു. അതെൻ്റെ ഈ ഒരു പിക്കാക്സിൽ ഇടണം. ഈ ഒരു പിക്കാക്സിൽ അൺബ്രേക്കിംഗ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പിക്കാക്സിൽ ഇടാനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ദേവാസുരത്തിൽ കളിച്ചത്. ഈ സെർവറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രശ്നമുള്ളൂ. ഈ സെർവറിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേത് വയ്ക്കായിരുന്നു, ഏത് മറ്റേ ക്ലൈം ഏരിയ, അത് സെറ്റാക്കായിരുന്നു. അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നേനെ. അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെടും. സോ നമുക്കിനി ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ വയ്ക്കാണ്ട് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായി, അറിയാലോ, കണ്ടൻറ്റ് ക്ഷാമമാണ് ഗൈസ്. നിങ്ങൾക്ക് അതിന് കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി എനിക്ക് ഈ ഗോൾഡൊക്കെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടാക്കാനാണ്. സോ അത് നല്ല ഉപകാരപ്പെടുമായിരിക്കും. ഇനി എന്താ, ഇനി നമുക്ക് ഇതെനിക്ക് കുറച്ച് മൈൻഡ് ചെയ്യണം ഗൈസ്. ടഫ് ബ്ലോക്ക് ബേസ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഡിസാസ്റ്റർ SMB അറിയുന്നവർക്കറിയാം, നല്ലൊരു ബ്ലോക്കാണത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പണിഞ്ഞിട്ടൊക്കെ ഉണ്ട്. സോ ഇതാണ് ഈ ഒരു ചെസ്റ്റിൽ നമുക്ക് ബേസ് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് മറ്റേ സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതെല്ലാം അങ്ങോട്ട് സ്മെൽറ്റ് ആവട്ടെ. ഞാൻ എന്തായാലും ഒരുപാട് സ്റ്റാക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപകാരമായി. ഇനി ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ഒരുപാട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും ബേസ് ഉണ്ടാക്കാൻ ആവശ്യം വരും. സോ ബേസ് ഉണ്ടാക്കേണ്ട ഐറ്റംസ് വെക്കാൻ ചെസ്റ്റിൽ നമുക്കിത് വയ്ക്കാം.
ലെറ്റ്സ് ഗോ. ഇതെന്താ? ഇതോടെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കണ്ട, ഇതിരിക്കട്ടെ. ആൻഡ് ഗൈസ് എന്താ ഇനി നമുക്ക് ബേസ് വെക്കേണ്ട ഐറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫ് ബ്ലോക്ക് മൈൻഡ് ചെയ്യണം ഗൈസ്, ടഫ് ബ്ലോക്ക്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഞാനാണെങ്കിൽ ഗ്രൈൻഡിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഈ സെർവർ ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങളൊക്കെ ഒന്ന് കാണിക്കുക. ആൻഡ് ഞാൻ ഈ സെർവറിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നും കൂടി ഒന്ന് അറിയിക്കുക. എന്തായാലും ഒരു സ്റ്റാക്കഡ് പ്ലെയറിനെ കണ്ടതുകൊണ്ട് എനിക്കിത് നല്ല ഡയമണ്ട് ആർമർ എൻജാൻസ് കിട്ടി. പ്രത്യേകിച്ച് പറയുന്നത് ഈ ഷീൽഡ്, ഇതിന് എൻജാൻസ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്, സത്യം. ആൻഡ് ഇനിയും എന്നിട്ട് പുള്ളിക്കാരൻ അത് മതിയാവാത്തോണ്ട് എനിക്കിത് ഈ ചെസ്റ്റിൽ തന്നേക്കണേ ഈ ഒരു നോക്ക് ബാക്ക് തന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്വിപ്പിംഗ് എഡ്ജ് 3യും ലൂട്ടിങ് 3യും അതുപോലെ തന്നെ ഈ ഒരു മെൻഡിങ്ങും. ബട്ട് മെൻഡിങ് ഞാൻ സോഡിൽ ആഡ് ചെയ്യുന്നില്ലായിരിക്കും. ഞാൻ എൻ്റെ ഒരു പിക്കാക്സ് ഉണ്ട്, ഈ പിക്കാക്സ് ഇതിൽ ആഡ് ചെയ്യാനായിരിക്കും ചാൻസ്. പിന്നെ സിൽ ടച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട്, നൈസാണ്. പിന്നെ ഈ ഒരു സെർവറിൽ ഞാനൊരു സജസ്റ്റൻസ് തരുവാണെങ്കിൽ മെയിനായിട്ട് തരുന്നത് ആ ഒരു ഷോപ്പിംഗ് സിസ്റ്റം ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ സെർവർ അടിപൊളിയായിരിക്കും. കാരണം എന്തായാലും ഈ സെർവർ തുടങ്ങിയിരിക്കുന്നത് നോർമൽ മൈൻക്രാഫ്റ്റ് ഫീൽ കിട്ടാനാണെങ്കിലും ആ ഒരു ഫീൽ കൂടെ വയ്ക്കുമായിരുന്നെങ്കിൽ നൈസായിരുന്നു. എന്തായാലും അതിന് പകരമായിട്ട് ഇവർ ഷോപ്പിങ്ങിൻ്റെ മറ്റേ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് സാപ്ലിങ്സ് ഉണ്ട് ഇല്ലേ, ആ സാപ്ലിങ്സ് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എനിക്ക് കിട്ടിയ സാപ്ലിങ്സ് എല്ലാം ഞാൻ നട്ടു വച്ചിട്ടുണ്ട്. സോ ഈ മരം എല്ലാം പൊട്ടിച്ചിട്ട് അതിന് കിട്ടുന്ന സാപ്ലിങ്സ് നട്ടു വയ്ക്കാം. കാരണം വുഡിന് നല്ല ക്ഷാമമുണ്ട് ഈ ഐലൻഡിൽ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൽ പുതിയൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്, ലെറ്റ്സ് പ്ലേ സെക്കൻഡ് ചാനലിൽ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഈ ഒരു ചാനലിൽ ഞാൻ ലെറ്റ്സ് പ്ലേ തുടങ്ങുന്നില്ല, കാരണം ഈ ഒരു ചാനലിൽ ഞാൻ ഇനി സെർവർ വീഡിയോസും സ്റ്റോറി മോഡ് അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. വെറുതെ ലെറ്റ്സ് പ്ലേ ഇട്ടൊന്നും നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. സോ സെക്കൻഡ് ചാനലിലാകുമ്പോൾ എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാൻ പറ്റും, ആഴ്ചകളിൽ മാസങ്ങളിൽ ഒരിക്കലാണെങ്കിലും ഇടാൻ പറ്റും. സോ അതും കൂടി ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. ബിക്കോസ് എനിക്ക് പിന്നെ ഈ സെർവറിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാക്കഡ് പ്ലെയർ ആവണം. ഞാൻ എല്ലാ സെർവറിലും ഒരു ഘട്ടമെത്തി കഴിഞ്ഞ ഉഴപ്പും കേസ് നിങ്ങൾക്കറിയാം. ഞാൻ ഈ സെർവറിൽ ചെല്ലുന്നത് പെർമനൻ്റ് ആയിട്ട് മുമ്പോട്ട് വന്നില്ല, ലൈക്ക് പെർമനൻ്റ് ആയിട്ട് ഗ്രൈൻഡിങ് ഉണ്ടാവത്തില്ല, പെർമനൻ്റ് ആയിട്ട് ബിൽഡിങ് ഫാർമിംഗ് ഇതൊന്നും ഉണ്ടാവത്തില്ല. കുറച്ച് എത്തുമ്പോൾ തന്നെ അടുത്ത സെർവറിലോട്ട് പോയിട്ട് ആ സെർവറിൽ ഇങ്ങനെ ചെയ്യും. പക്ഷേ ഈ ദേവാസുരനെ അങ്ങനെയല്ല കേസ്, അങ്ങനെ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ സെർവറിൽ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഗ്രൈൻഡിങ്ങും അതുപോലെ ബിൽഡിങ് ഫാർമിംഗ് ഇതെല്ലാം കുത്തി നിറയ്ക്കുന്നതായിരിക്കും. എനിക്ക് മറ്റൊരു സെർവറിലും ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ഞാൻ ഈ സെർവർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ പ്ലേ ടൈം എന്ന് പറയുവാണെങ്കിൽ 4 മണിക്കൂർ 5 മിനിറ്റാണ്. സോ ഈ ഒരു 4 മണിക്കൂർ നമുക്ക് നല്ല മാസം മറ്റൊന്നും അറിയത്തില്ല, 4 ദിവസമെങ്കിലും മിനിമം ആക്കണം കേസ്. ഞാനായിട്ട് പറയാൻ പറ്റില്ല കേസ്, ഞാൻ ഒരു സെർവറിലും മര്യാദയ്ക്ക് പെർമനൻ്റായിട്ട് കളിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യൂസും ഇല്ല, എനിക്കറിയാം. സോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇവിടെ തലകളൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, ഇതിൽ ഈ ഒരു ഹെഡും പിന്നെ ഈ ഒരു ഹെഡാണെന്ന് തോന്നുന്നു, ഇത് രണ്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ഉണ്ട്, ബാക്കിയെല്ലാം ഫേക്ക് ഹെഡാണ്. അത് മറ്റേ സോളോ യൂസ് ചെയ്യാൻ കൊണ്ടുവച്ചാൽ സോളോ യൂസ് ചെയ്യണോ SV ആണോ? ഇവർ രണ്ടുപേരും പിന്നെ പണിയെടുക്കാൻ വന്നപ്പോൾ വെച്ചാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, നമ്മൾ ഇപ്പോൾ നമ്മുടെ SVയും സോളോ യൂസിയും സർവേ കളിക്കുന്നുണ്ട്. സോളോ യൂസിൽ പിന്നെ അടിപൊളിയാണ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഈ സെർവറിൽ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഡിസ്കോഡിൽ ജോയിൻ ആക്കുക, വൈറ്റ് ലിസ്റ്റ് സെറ്റ് ആക്കുക. കാരണം ഈ സെർവർ വൈറ്റ് ലിസ്റ്റ് സെർവറാണ്. നമുക്ക് തടി വെട്ടൽ സ്റ്റാർട്ടാക്കാം. പിന്നെ എന്തായാലും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ബേസ് ഉണ്ടാക്കുന്നില്ല, അടുത്ത എപ്പിസോഡിലായിരിക്കും ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് ഉണ്ടാക്കാൻ വല്ല ഐഡിയയോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മിക്കവാറും ഞാൻ പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ മിക്കവാറും തിരയും ഗൈസ്. അപ്പോൾ നിങ്ങളെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ, കമൻറ്റ് വരട്ടെ. സോ ഗൈസ് നമുക്കെന്താ പിന്നെ ഒരു ആൻവിൽ ഉണ്ടാക്കാം ഗൈസ്. ഞാൻ എൻ്റെ ഒരു ആൻവിലില്ല, എന്ത് ചെയ്യാൻ ഗൈസ്, എന്ത് ചെയ്യാൻ. ഞാൻ ഈ സെർവറിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ആ ഫ്രണ്ട്സ് ആണെങ്കിൽ ക്യാക്കർ പ്ലേസോ, എനിക്ക് അയൺ ബ്ലോക്ക് ആവട്ടെ, ഡയമണ്ട് ബ്ലോക്ക് അല്ല ഡയമണ്ട് ആർമർ ആവട്ടെ, എല്ലാം ഉണ്ട്. സോ നമുക്കൊരു ആൻവിൽ ഉണ്ടാക്കാം. ഈ ആൻവിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ സോഡിന് ഇതിടാം നോട്ട് ബാക്ക്. എവിടെടാ എൻ്റെ ജാൻ ബുക്ക്? ഇത് നോട്ട് ബാക്ക്. ഇത് ഞാൻ എന്തോ ഒരു അനാർക്കി കളിക്കുന്ന ഒരു ഫീലാണ് ഗെയ്സ്. കാരണം ഇത്രയും വലിയ ഗോൾഡൻ ആപ്പിളും ഭയങ്കര സോഡും ഇത് PvP അടിക്കാൻ പോകുന്ന ഫീല്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് നോക്ക് ബാക്ക്, ഷാർപ്പനസ്, ഫയർ റെസ്പെക്റ്റ്, അൺബ്രേക്കിങ്, മെൻഡിങ്, അങ്ങനെ നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഭയങ്കര പവറായിരിക്കും. ഇനി നമുക്ക് സിൽ ടച്ച് ആടണം. പക്ഷേ സിൽ ടച്ച് ആഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് സിൽ ടച്ച് ആഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുപോലെ മറ്റേ ലൂട്ടിങ് അതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റില്ലായിരിക്കും ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എടുക്കാൻ പറ്റും 4 XP മതിയായിരുന്നു. സോ അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സിൽ ടച്ച് ആണ് ഗൈസ്, അറിയാലോ. ഇനി ഇതിനകത്ത് ഈ ഒരു നോർമൽ പിക്കാക്സിൽ നമുക്ക് മറ്റേ എന്താ ആഡ് ചെയ്യാം, മെൻഡിങ് ഉണ്ട്. മെൻഡിങ് ആഡ് ചെയ്യാം ഗൈസ്, മെൻഡിങ് ആഡ് ചെയ്യാം. പക്ഷേ മെൻഡിങ് ആഡ് ചെയ്യുമ്പോൾ XP ഇല്ലായിരിക്കും. 2 XP സെറ്റ്. ലെറ്റ്സ് ഗോ. പിന്നെ നമ്മുടെ ഒരു ഡ്യൂറബിലിറ്റി കൂട്ടണം ഗൈസ്. സോ നമുക്ക് ഡ്യൂറബിലിറ്റി കൂട്ടണം. ആൻഡ് ഇതും പിന്നെ അതിന് XP ഇല്ലായിരിക്കും. 3 XP ഉണ്ട്. 2 ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് 3 XP. കൃത്യം 3 XPയിൽ ഞാൻ എൻ്റെ ഫുൾ ഡ്യൂറബിലിറ്റിയും കൂട്ടിയിട്ടുണ്ട്. ഫുൾ എന്ന് പറയാനായിട്ടില്ല, എന്നാലും ഫുൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാം. കുഴപ്പമില്ല വിചാരിക്കുന്നു. നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സർവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകെ നെതറൊക്കെ ഓപ്പൺ ആയി, നെതറിന് വൈറ്റ് ലിസ്റ്റ് വേണം, നമ്മളതൊന്നും സെറ്റ് ആക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സർവറിൽ സ്പീഡ് റണ്ണോ PvP അങ്ങനെയൊന്നുമില്ല ഗൈസ്. പീസ്ഫുൾ ആയിട്ട് ബിൽഡിങ്ങും ഫാർമിംഗ് ഒക്കെ ആയിട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ വാർ ആയിക്കഴിഞ്ഞാൽ എന്നെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ പോകാതിരിക്കും, എന്നാൽ എന്നെ അത്രയ്ക്ക് പ്രതീക്ഷിക്കേണ്ട. ഞാൻ ട്രൈ നോക്കാം. കിട്ടത്തില്ലായിരിക്കും ഗൈസ്, എന്നെ ഒരുപാട് പ്രോ പ്ലേയേഴ്സ് ഉണ്ട്. സോ നമുക്ക് ട്രൈ നോക്കാം. ആൻഡ് ഇപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.